എല്ലാം സഹിക്കണം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ എല്ലാവരും പറഞ്ഞു തരുന്നുണ്ട്. പക്ഷേ ഞാൻ അന്ന് ഒരു ദിവസം രാത്രിയിൽ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്ക് സൂയിസൈഡ് ചെയ്യാനായിട്ട് ഞാൻ ഒരുങ്ങി. പക്ഷെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോവില്ലേ? ആ ഒറ്റപ്പെടലിൻ്റെ ചില സമയങ്ങളിലൊക്കെ ഒന്ന് ഫീൽ ചെയ്യും. പക്ഷെ എന്നാലും ഈ ഇങ്ങനെ ഒരു ഫീൽഡ് ആയതുകൊണ്ട് നമുക്ക് അത്രയും അത് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല എനിക്ക്. എല്ലാ വേദനയും സംഗീതത്തിലൂടെയാണോ മാറ്റുന്നത്? സംഗീതത്തിലൂടെ എല്ലാ വേദനയും മാറ്റുന്നുണ്ടെന്ന് ഏറെക്കുറെ പറയാം. പണ്ടു പാടിയ പാട്ടിലൊരെണ്ണം ചുണ്ടിൽ മൂളുമ്പോ. സാർ നമസ്കാരം. നമസ്തേ. ഈ കാലിന് എന്ത് പറ്റിയതാ? ജന്മനാ തന്നെ വൈകല്യമുണ്ട്. ഈ കാലിനും 2 കൈകൾക്കും. ചെറിയ കാലുണ്ട്, അപ്പോൾ അതിനെ കവർ ചെയ്ത് ആർട്ടിഫിഷ്യൽ ലിംബ് വെച്ചിരിക്കുന്ന. ആർട്ടിഫിഷ്യൽ കാലാണ് വെച്ചിരിക്കുന്ന. കൈ ഇങ്ങനെ തന്നെയാണ്? കൈ ഇങ്ങനെ തന്നെ. ജന്മനാലേ ഉള്ളതാണ്? ജന്മനാലേ ഉള്ളതാണ്, ആക്സിഡൻ്റ് ഒന്നുമല്ല. ഫാമിലി, കുടുംബം? ഫാമിലി ഞാൻ സിംഗിളാണ്. ഞാൻ എൻ്റെ ഇളയ സിസ്റ്ററിൻ്റെ ഫാമിലിയുടെ കൂടെ അവരുമായിട്ടാണ് താമസിക്കുന്നത്, ആലപ്പുഴയിൽ. ഒരു കുടുംബത്തിലോട്ട് കിടക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? കുടുംബത്തിലോട്ട് ഞാനൊന്ന് തെളിച്ചിപ്പോൾ പറയാമല്ലോ അല്ലേ? കാരണം ഞാൻ വിവാഹിതനായിരുന്നു, വൈഫ് മരിച്ചു പോയതാണ്. ഇപ്പോൾ ഒരു 20 വർഷം കഴിഞ്ഞു. ഞങ്ങൾ 2.5 വർഷമേ ഒരുമിച്ച് ജീവിച്ചിട്ടുള്ളൂ. പുള്ളിക്ക് എന്തോ സുഖമില്ലാത്ത ഒരു കുട്ടിയായിരുന്നു. അപ്പം നമുക്കത് അറിയത്തില്ലായിരുന്നു. ഞാനൊരു പെട്ടെന്ന് ഹാർട്ടിന് എന്തോ കംപ്ലൈൻ്റ് ആയിരുന്നു. കുഞ്ഞുങ്ങൾ പിന്നെ അത് ഒരു ഇതിലേക്ക് പോകണമെന്ന് നോക്കിയിട്ടില്ല. എന്തു പറ്റി? പിന്നെ ഞാൻ ഈ സംഗീതത്തിൻ്റെ വഴിയിലൂടെ തന്നെ, പിന്നെ അവിടെ ധാരാളം ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. എല്ലാവരും ആയിട്ട് നല്ല ജോളിയായിട്ട് ആ ജീവിതം അങ്ങ് മുമ്പോട്ട് പോകുമായിരുന്നു. പിന്നെ അതിനോട് ആ ഒരു വിവാഹ ജീവിതത്തിനോട് എനിക്ക് താല്പര്യം തോന്നിയില്ല. പിന്നെ കുറച്ച് കൂടുതൽ സ്പിരിച്വൽ ആക്ടിവിറ്റീസ് എനിക്ക് ഉണ്ട്. ആ ഒരു ഫീൽഡിലൂടെ മുമ്പോട്ട് പോകാനാണ് താല്പര്യം. അങ്ങനെയാണ് പോകുന്നത് ഇപ്പോഴും. അച്ഛനും അമ്മയൊക്കെ? അച്ഛനില്ല, അമ്മയുണ്ട്. ഞങ്ങൾ 5 സഹോദരങ്ങളാണ്. രണ്ടാമതൊരു വിവാഹത്തിലോട്ട് പോവാതിരുന്നത് അദ്ദേഹത്തിനോട് അത്ര ഇഷ്ടമുള്ളത് കൊണ്ടായിരുന്നു? അത് ഇനി ഇത് വേണ്ട എന്ന് വിചാരിച്ചത് കൊണ്ടാണ്? ഇനിയൊന്നും വേണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ പക്ഷേ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോവില്ലേ? ഒറ്റപ്പെടലിൻ്റെ ചില സമയങ്ങളിലൊക്കെ ഒന്ന് ഫീൽ ചെയ്യും. പക്ഷെ എന്നാലും ഈ ഇങ്ങനെ ഒരു ഫീൽഡ് ആയതുകൊണ്ട് നമുക്ക് അത്രയും അത് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല എനിക്ക്. എല്ലാ വേദനയും സംഗീതത്തിലൂടെയാണോ മാറ്റുന്നത്? സംഗീതത്തിലൂടെ എല്ലാ വേദനയും മാറ്റുന്നുണ്ടെന്ന് ഏറെക്കുറെ പറയാം. സംഗീതം ഉള്ളതുകൊണ്ടാണ് ഇത്രയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു വ്യക്തി അനുഭവിക്കേണ്ട എല്ലാ പെയിനിലൂടെയും കടന്നു പോകുന്നുണ്ട് അല്ലേ? ശരിക്കും ഉണ്ട്. ഒരുപാട് ദുരിതങ്ങൾ നമ്മളെ തേടി എത്തിയിട്ടുണ്ട്. അതിൽ ഒന്നാണ് ഞാൻ മുമ്പ് പറഞ്ഞത്. അതുപോലെ തന്നെ കുറേ ഏറെ ഈ ഒരു രംഗത്തുള്ള കുറേ വടംവലികളും നമ്മളെ ബാധിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ കലാരംഗത്ത് വരുന്ന ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ചില കാര്യങ്ങൾ നമുക്ക് ബാധകമായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ പക്ഷേ ആദ്യമൊക്കെ എന്തെങ്കിലും കേൾക്കുമ്പോൾ പെട്ടെന്ന് ഡൗൺ ആയിപ്പോവും. പക്ഷെ പിന്നീട് അതിൽ നിന്ന് പിടിച്ച് കയറും. എനിക്ക് എങ്ങനെയെങ്കിലും മുന്നോട്ട് വന്നേ പറ്റൂ എന്നുള്ള ഒരു തോന്നലുള്ള ഒരാളാണ്. അതുകൊണ്ട് എപ്പോഴും ആ ഒരു മൈൻഡുണ്ട്. ആദ്യം കുറച്ചൊന്ന് എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോഴത്തേക്കൊക്കെ ബുദ്ധിമുട്ട് തോന്നും. പിന്നെ ഈ രംഗത്ത് ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ എനിക്ക് നാദം സ്കൂൾ ഓഫ് മ്യൂസിക് എന്ന ഒരു സ്ഥാപനം. എവിടെയാണ് സ്ഥാപനം? ആലപ്പുഴയിൽ. പഴവീട് അവിടെയാണ് ഈ സ്ഥാപനം. അതെ അതെ, സംഗീത നാടക അക്കാദമിയുടെ ഇതിലൂടെ നടത്തുന്ന സ്ഥാപനമാണ്. അവിടെ ഒരു 18ഓളം വിഷയങ്ങൾ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം ഒരു 12 ഐറ്റംസേ ഉള്ളൂ. കൊറോണയ്ക്ക് ശേഷം അത്രയും ഒന്ന് ചുരുങ്ങിപ്പോയി. ഇപ്പോൾ പിന്നെ സ്ഥാപനങ്ങളും മറ്റ് കലാസ്ഥാപനങ്ങളും ഒരുപാടായി. ആ പ്രദേശങ്ങളിലൊക്കെ ഇഷ്ടം പോലെ സ്ഥാപനങ്ങളുണ്ട്. മറ്റേന്ന് പറഞ്ഞാൽ എൻ്റെ സ്ഥാപനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 5-8-10 വർഷക്കാലം നമ്മൾ അവിടെ ശരിക്കും നിറഞ്ഞു നിൽക്കുമായിരുന്നു.
അവിടെ ആലപ്പുഴ ചങ്ങനാശ്ശേരി റൂട്ടിൽ ആ ടൗൺ ഏരിയ തന്നെയാണ് പഴയവീട് എന്ന് പറയുന്നത്. അവിടെ നാദത്തിൻ്റെ ബോർഡ് എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഇതായിരുന്നു. ഒരു ഇപ്പോൾ എന്താ അവസ്ഥ? ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരല്പം ഡിമ്മായിപ്പോയി. കൊറോണയ്ക്ക് ശേഷം ഒരു ബുദ്ധിമുട്ട് വന്ന് ഞാനിപ്പോൾ വീട്ടിൽ തന്നെയാണ് അതുകൊണ്ട് ചെയ്യുന്നത്. മറ്റേത് വീട്ടിൽ തന്നെ പഠിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ വീട്ടിൽ തന്നെ വീടിൻ്റെ മുകളിൽ ഡ്രസ് വർക്ക് ചെയ്തിട്ട് അവിടെ സ്കൂളാക്കിയിരിക്കുകയാണ്. എത്ര സ്റ്റുഡൻസ് ഉണ്ട് അവിടെ? സ്റ്റുഡൻസ് കറക്റ്റ് അല്ലല്ലോ ഇത്, എന്ന് വെച്ചാൽ ചിലർ കണ്ടിന്യൂ ചെയ്യും. എന്തെല്ലാമാണോ അങ്ങ് പഠിപ്പിക്കുന്നത്? ഞാൻ കർണാട്ടിക് മ്യൂസിക്കാണ്, അതിൻ്റെ കൂടെ ലൈറ്റ് മ്യൂസിക് എല്ലാം പഠിപ്പിക്കും. മ്യൂസിക് സംഗീതം കൂടാതെ വയലിനുണ്ട്, ഫ്ലൂട്ടുണ്ട്, കീബോർഡ്, ഗിറ്റാറ്, ഡ്രംസ്, മൃദംഗം, തബല, ഡാൻസ്. അങ്ങ് ഇതെല്ലാം പഠിപ്പിക്കും? അല്ല, ഞാനല്ല, വേറെ സാറുമാരാണ്. അല്ല, ഈ വീടിന് മുകളിൽ എല്ലാം ഉണ്ട്. ഓക്കെ. ഈ ഗിരീഷ് സാർ ആക്ച്വലി എന്നെ കാണാൻ വേണ്ടി വന്നതാണ് ഇവിടെ, അല്ലേ? ഒരുപക്ഷെ പ്രേക്ഷകർക്ക് പെട്ടെന്ന് എങ്ങനെയാണ് ഈ ഒരു ഗസ്റ്റ് ഇവിടെ വന്നതെന്നുള്ളൊരു സംശയം ഒരുപക്ഷെ വരാം. അദ്ദേഹം എന്നെ കാണാൻ വേണ്ടി അങ്ങനെ പറഞ്ഞോളൂ. ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഒരുപാട് അബാക് മീഡിയയിലെ സ്ഥിരം പ്രേക്ഷകനാണ് ഞാൻ. ഒരുപാട് ഗുരുക്കന്മാരുമായിട്ട് നല്ല സമ്പർക്കമുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ എനിക്ക് രോഗൻജിയെ ഒന്ന് പരിചയപ്പെടണമെന്ന് വലിയ ആഗ്രഹം, കുറേ നാളുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ചില മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുകളുമൊക്കെ ഒന്ന് മാറി കിട്ടേണ്ടിയിട്ട് ഒരു ഉപദേശം തേടാനും എങ്ങനെ വേണം, കാരണം ഞാനൊരു സാധാരണ മനുഷ്യനാണ്. അപ്പം അതിൽ നിന്നൊക്കെ ഒന്ന് റിക്കവർ ചെയ്ത് വന്നെങ്കിലേ എനിക്ക് ആരോഗ്യത്തെയും, അത് എൻ്റെ ആ മൈൻഡിൻ്റെ പ്രോബ്ലംസ് ആരോഗ്യത്തെയും ബാധിക്കുന്നുണ്ട്. അപ്പോൾ അത് ബാധിക്കാതിരിക്കണമെങ്കിലും നല്ല പൂർണ്ണ ആരോഗ്യത്തോടു കൂടി എത്തണമെങ്കിലും മൈൻഡ് ക്ലിയറായി കിട്ടണം. കാരണം നമുക്ക് നമ്മുടെ മുമ്പിൽ ശത്രുക്കളൊന്നുമില്ല, എല്ലാം മിത്രങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം ആ ഒരു ഇതിൽ ആണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. മറ്റുള്ളവർക്ക് എങ്ങനെ തോന്നുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ അതൊരു ജീവിതത്തിൽ ഉണ്ടാകും. പക്ഷെ അതിനെ എങ്ങനെയൊന്ന് തരണം ചെയ്ത് മുന്നോട്ട് വരണം എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ രോഗൻജിയെ കാണാനായിട്ട് വന്നത്. അപ്പം അത് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂവിനുള്ള ഒരു ഇടയായി. അതെ, എനിക്ക് ഇദ്ദേഹം കുറച്ച് സമയം മുന്നേ വന്നതാണ്. പെട്ടെന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി കുറച്ച് ഞാൻ അടുത്ത് സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ടത് നമുക്കൊരു വീഡിയോയിൽ ഇരുന്ന് സംസാരിച്ചുകൂടെ എന്ന് എനിക്ക് പെട്ടെന്ന് തോന്നി. കാരണം അങ്ങേക്കാണെങ്കിലും ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്ന ഒരുപാട് നല്ല ഒരുപാട് മനുഷ്യരുണ്ടാവും നമുക്ക്. അപ്പോൾ അങ്ങയുടെ ഇപ്പോൾ സ്ഥാപനത്തിലോട്ടാണെങ്കിലും കുട്ടികൾക്ക് വരാനാണെങ്കിലും അപ്പം അങ്ങ് ഇത്രയും വർഷത്തെ പരിചയമുള്ള ഒരു വ്യക്തിയും കൂടിയാണ്. കാരണം സംഗീതം എന്ന് പറയുന്നത് ഒരു ദൈവിക അനുഗ്രഹമാണ്, എല്ലാവർക്കും കിട്ടുന്നത്. എനിക്കൊരു മൂളിപ്പാട്ട് പോലും പാടാൻ അറിയാത്ത ഒരാളാണ്. അപ്പം എന്നെ സംബന്ധിച്ചിട്ടൊരു സംഗീതം എന്നൊക്കെ പറയുന്നത് വലിയൊരു കാര്യമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാ നല്ല മനുഷ്യരും ഒരു പക്ഷേ ഇദ്ദേഹത്തിന് വേണ്ട രീതിയിലുള്ള സപ്പോർട്ടുകളും പ്രാർത്ഥനകളും, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് സംഗീതം പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ നമ്പർ താഴെ കൊടുത്തേക്കാം, ഇദ്ദേഹത്തെ നേരിട്ട് വിളിച്ചോളൂ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പുകളെല്ലാം നമുക്ക് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പുകൾ ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എന്നെയും കൊണ്ട് പറ്റുന്ന ഹെൽപ്പുകളും ഞാനും തരുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനിപ്പോൾ കുറച്ച് ഡീറ്റെയിലോട്ടും കൂടി നമുക്ക് കിടക്കാം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നമ്പർ താഴെ കൊടുത്തേക്കാം, നിങ്ങൾ വിളിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്താലോ, നമുക്കൊരു ചെറിയൊരു പാട്ടിലൂടെ അങ്ങ് തുടങ്ങിയാലോ? അങ്ങേക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് പാടിക്കോ. ചെറിയൊരു പരിമിതിയുണ്ട്, കാരണം അദ്ദേഹം ഒരു മ്യൂസിക് പ്ലേ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ നമുക്ക് കോപ്പറേറ്റിന് ഇഷ്യൂ ചാനലുകാർ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മ്യൂസിക്കിനെ ഒഴിവാക്കി അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലൂടെ താളത്തിലൂടെ നമുക്ക് സംഗീതത്തിൽ നിന്ന് ആസ്വദിക്കാം. പണ്ടു പാടിയ പാട്ടിലൊരെണ്ണം ചുണ്ടിൽ മൂളുമ്പോ കൊണ്ടുപോകരുതേ എൻ മുരളി, കൊണ്ടുപോകരുതേ. പണ്ടു പാടിയ പാട്ടിലൊരെണ്ണം ചുണ്ടിൽ മൂളുമ്പോ കൊണ്ടുപോകരുതേ എൻ മുരളി, കൊണ്ടുപോകരുതേ. ഈ സംഗീതത്തിലോട്ട് വരാനുള്ളൊരു കാരണം എന്തായിരുന്നു? സംഗീതത്തിലോട്ട് ഞാൻ കുഞ്ഞിലേ മുതലേ പാടുമായിരുന്നു. അത് ചേച്ചി, എൻ്റെ എൻ്റെ നേരെ മൂത്ത ചേച്ചി, ഞങ്ങൾ തമ്മിൽ 10 വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ചേച്ചിയാണ് എന്നെ ഇങ്ങനെ, ചേച്ചി ഒട്ടും പാടത്തില്ല, അപ്പം ചേച്ചിയാണ് പാടിപ്പിക്കാനുള്ള ഒരു
ഇത് നമുക്ക് പ്രചോദനം തന്നുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ നമുക്ക് നല്ല ഇത് ചെയ്യുമായിരുന്നു. പിന്നെ അതിന് ശേഷം എന്നെ ട്യൂഷൻ പഠിപ്പിച്ച ഒരു ഗീത ടീച്ചർ എന്ന് പറഞ്ഞ ടീച്ചറുണ്ട്. ടീച്ചറാണ് എന്നെ പാട്ട് പഠിപ്പിക്കാനായിട്ട് കൊണ്ട് ആക്കുന്നത്. കളറോട് മഹാദേവൻ എന്ന് പറയുന്ന ഗുരുവാണ് എൻ്റെ ഗുരുനാഥൻ പ്രധാനപ്പെട്ട. അദ്ദേഹത്തിൻ്റെ കീഴിൽ ഒരു 10-15 വർഷം ഞാൻ പഠിച്ചുമായിരുന്നു. പിന്നെ ഒരുപാട് ഗുരുക്കന്മാരുണ്ട്, എന്നാലും എടുത്തു പറയേണ്ട ആൾ മഹാദേവൻ സാറാണ്. ശരി. ഒരു പക്ഷേ എല്ലാ മനുഷ്യരുടെയും ഒരു പ്രശ്നം, നമുക്കെല്ലാം ഉണ്ടാവും ജീവിതത്തിൽ. പക്ഷേ നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും, നല്ല കുടുംബം ഉണ്ടാവും, നല്ല ജോലിയുണ്ട്, നല്ല പണമുണ്ട്. പക്ഷേ ഇവരാരും സന്തോഷത്തിലല്ല. ഇവരെല്ലാം എന്തിനെയോ തേടിക്കൊണ്ടിരിക്കുക. ഞാൻ എന്തുകൊണ്ടാണ് ഇപ്പോൾ സാറിൻ്റെ അടുത്ത് ചോദിക്കാൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജീവിതത്തിലെ പ്രശ്നങ്ങളെ നേരിട്ട വ്യക്തികൾക്ക് മാത്രമേ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അല്ലാത്ത വ്യക്തികളെല്ലാം വിചാരിക്കുന്നത് ചെറിയൊരു സങ്കടം വന്നാൽ അതാണ് പ്രശ്നമെന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന മനുഷ്യരാണ് കൂടുതൽ നമുക്ക് ചുറ്റും. അതല്ല യഥാർത്ഥ പ്രശ്നം. നമുക്കൊരു നല്ല വീടില്ല എന്നുള്ളതല്ല യഥാർത്ഥ പ്രശ്നം. നമുക്ക് നല്ലൊരു പങ്കാളിയില്ല എന്ന് പറയുന്നതല്ല യഥാർത്ഥ പ്രശ്നം. ഇതെല്ലാം മറ്റ് പ്രശ്നങ്ങളാണ്. യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് ഒരു പക്ഷേ അങ്ങക്ക് അനുഭവിക്കുന്നതാവാം യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത്. എന്തെല്ലാം പ്രശ്നങ്ങളിലൂടെ ജീവിതത്തിലൂടെ കടന്നുപോയതും അതിനെല്ലാം തരണം ചെയ്തു എന്നും ഒരു പക്ഷേ പ്രേക്ഷകരോട് പറഞ്ഞിരുന്നെങ്കിൽ അതൊരു വളരെ മോട്ടിവേഷൻ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാം പറഞ്ഞു കഴിയുമ്പോൾ അത് മറ്റു പലർക്കും അത് നമുക്ക് പേര് പറയാതെ ഉപയോഗിക്കാം. എനിക്കൊന്ന് തോന്നുന്നു നമ്മുടെ പ്രേക്ഷകർ കുറേ ആളുകൾ, ഒരു പക്ഷേ അങ്ങും അബാക്കിൻ്റെ ഒരു പ്രേക്ഷകനാണ്. അതെ അതെ. ഒരു പക്ഷേ നമ്മളിലൂടെ ചില കാര്യങ്ങൾ നമ്മൾ പറയേണ്ടതായിട്ടുണ്ടാകാം. അതൊരു പക്ഷേ കേൾക്കുന്ന ആളുകൾക്ക് ഒരു പക്ഷേ വലിയൊരു പ്രതീക്ഷകളോ എന്തെങ്കിലും നൽകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. കാരണം അങ്ങിപ്പോൾ നിൽക്കുന്നതും ഒരുപാട് ജീവിതത്തിന് ഒരുപാട് പൊരുതി ഒരു പക്ഷേ ഇപ്പോഴും പ്രത്യാശയോടെ ജീവിക്കുന്നത് എന്തായിരിക്കും ആ ഒരു പോസിറ്റിവിറ്റി എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അത് എനിക്ക് നേരത്തെ തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ട്, എനിക്കത് ചെയ്യാൻ പറ്റും എന്നറിയാം. പക്ഷേ എൻ്റെ ചില സാഹചര്യങ്ങളാണ് എനിക്കത് ചെയ്യാൻ, ഞാൻ പറഞ്ഞില്ലേ കുറേ നെഗറ്റീവ്സ് എനിക്ക് ഉണ്ട്. അത് എനിക്ക് വന്ന പ്രശ്നങ്ങൾ ആയിട്ട് ബന്ധപ്പെട്ടതുണ്ട്, അല്ലാതെ എൻ്റെ സ്വന്തമായിട്ടുള്ള സ്വഭാവ സവിശേഷതയുടെ ഉണ്ട്. അപ്പോൾ ഇതിനെല്ലാം മുന്നോട്ട് നയിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ കലാപരമായിട്ടുള്ള ഈ സംഗീതത്തിനോടുള്ള ഒരു ഇത് തന്നെയാണ്. പിന്നെ ആത്മീയമായിട്ടുള്ള ഒരു കുറച്ച് തിരിച്ചറിവും അതിലൂടെ മുമ്പോട്ട് പോകുന്നതുകൊണ്ടാണ്. ഞാൻ ആരെയും ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ നമ്മളെ ഇങ്ങോട്ട് എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ച് അങ്ങോട്ട് അവർക്കെതിരായിട്ട് നിൽക്കാനോ ശ്രമിച്ചിട്ടില്ല. ആദ്യമൊക്കെ ഞാനൊന്ന് ഫൈറ്റ് ചെയ്ത് നോക്കുമായിരുന്നു. പക്ഷെ അതിനേക്കാട്ടിലും നല്ലത് നിശബ്ദമായിട്ടിരിക്കുക എന്നുള്ളത് പിന്നീട് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഇരുന്ന സമയത്താണ് അത് കൂടുതൽ സക്സസ് ആകുകയും ചെയ്തിട്ടുള്ളത്. പ്രശ്നങ്ങളിലൂടെ പോകാതിരിക്കാൻ എനിക്ക് സാധിക്കുന്നത് അതുകൊണ്ടാണ്. അത് എനിക്ക് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഉള്ള ഒരു ക്ഷേത്രത്തിലാണ് ഒരു അവിടുത്തെ ഒരു കമ്മിറ്റി ആയിട്ടുള്ള ഒരു എന്തോ ചിലർ ഞാൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ല. അവിടെ ചില പ്രോഗ്രാമുകളുമായിട്ട് വരുന്ന ഇഷ്യൂസാണ് എന്നെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നത് മാനസികമായിട്ട്. പക്ഷേ എന്തോ ഒരു ദൈവികമായിട്ടുള്ള ഒരു അനുഗ്രഹം കൊണ്ടായിരിക്കും എനിക്ക് അവിടെ എല്ലാ വർഷവും പ്രോഗ്രാം ചെയ്യാനും ആ പ്രോഗ്രാം ഏറ്റവും ഒരു അവസ്ഥ കണ്ടാൽ അങ്ങനെ തോന്നില്ലല്ലോ. എങ്ങനെയാണ് ആ മനുഷ്യർക്ക് അങ്ങനെ തോന്നുക? അതാണ് എനിക്കും അറിയാൻ പാടില്ലാത്തത്. അതാണ് എനിക്ക് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ശരിക്കും അങ്ങേ പോലെയുള്ളൊരു, കാരണം കാലിന് ഒരു കാല് ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. 2 കൈകളും അങ്ങയുടെ ഒരു ആരോഗ്യവും എല്ലാം വെച്ചിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാനല്ലേ ശരിക്കും ശ്രമിക്കണ്ടേ. പക്ഷെ തിരിച്ച് അങ്ങനെ പെരുമാറുന്നത് എന്തുകൊണ്ടാണ്? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. അവർക്ക് എങ്ങനെ തോന്നുന്നു. അത് എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു 7 വർഷമായിട്ടുള്ളൂ. അതിനു മുമ്പ് അങ്ങനെ അല്ലായിരുന്നു കേട്ടോ. ഒരു കൈവെള്ളയെ വെച്ചുകൊണ്ട് നടന്നാണ് എല്ലാവരും എന്നോട് പെരുമാറിയിരിക്കുന്നത്. പക്ഷേ എപ്പോഴാണത് ഒരു എനിക്ക് തോന്നുന്നു ഇവരിൽ ആരെങ്കിലുമൊക്കെ വേറെ സ്ഥാപനങ്ങളിലൊക്കെ പോയി പഠിക്കുന്നവരോ എടുക്കുന്നവരോ ഒക്കെ ഉണ്ടാവാം. അങ്ങനെ ഒരു മത്സര ബുദ്ധിയാണ് ഞാനുമായിട്ട് കിടന്ന് കളിക്കുന്നത്. അതിൻ്റെ ഒരു അടിസ്ഥാനം അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. അപ്പോൾ ഒരു പ്രോഗ്രാം വരുവാണെങ്കിൽ ഇപ്പോൾ അവരുടെ പ്രോഗ്രാം എൻ്റെ പ്രോഗ്രാം വെച്ചിരിക്കുന്നവരെടുത്ത് മാറ്റിയിട്ട് അവരുടെ പ്രോഗ്രാം വെക്കുക. അപ്പം നമ്മളത് ചോദിച്ചാൽ അത് പ്രശ്നമാവുക. അങ്ങനെയാണ് ഇതിന് തുടക്കമുണ്ടാകുന്നത്.
എനിക്ക് നേരിട്ടുള്ള ഈ പ്രശ്നങ്ങളുടെ ഒരു കാരണം അതാണ്. ഇപ്പം എത്രത്തോളം വിദ്യാർത്ഥികൾ അങ്ങയിൽ നിന്ന് പഠിച്ചു പോയി? എനിക്ക് എൻ്റെ സ്ഥാപനത്തിലായിരുന്നു ഏറ്റവും കൂടുതൽ. എത്ര പേരുണ്ടെന്ന് എനിക്ക് കണക്കറിയാൻ പാടില്ല. 1000, 2000, 3000, 5000 ഒന്നുമല്ല. അതുപോലെ ഒരു 7 വർഷം മുമ്പ് വരെ ഞാൻ പഠിപ്പിച്ചു. ഇപ്പം അത്രയില്ല. ഈ ശിഷ്യന്മാരെല്ലാവരും വരാറുണ്ടോ? ശിഷ്യന്മാർ ഒത്തിരി പേരുമായിട്ട് കണക്ഷനുണ്ട്. അതിൽ നമ്മുടെ ഐഡിയ സ്റ്റാർ സിംഗേഴ്സ് ഉണ്ട്, സിനിമാ ഫീൽഡിലുള്ളവരുണ്ട്, അങ്ങനെ ഒരുപാട് ടോപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട്. നിലവിൽ അങ്ങിപ്പോൾ ജീവിതത്തിൽ നേരിടുന്ന പ്രതിസന്ധികൾ എന്തെല്ലാം, സാമ്പത്തികമായും അല്ല അതിപ്പോൾ കൊറോണയ്ക്ക് ശേഷം എൻ്റെ ഞാൻ ഉണ്ടാക്കിയ സാമ്പത്തികം മുഴുവൻ നഷ്ടപ്പെട്ടു പോയി. കാരണം ഞാൻ ആ ടൈമിൽ ഒരു ബിസിനസ്സും കൂടെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു എൻ്റെ സ്ഥാപനത്തിൽ. കാരണം പിടിച്ചു നിൽക്കണ്ടേ, അന്ന് ക്ലാസ്സുകളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന സാമ്പത്തികം മുഴുവൻ ഇറക്കിയിട്ടാണ് ഞാനത് ചെയ്തത്. അത് ഒരു 8 മാസത്തോളം അവിടെ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് അവിടെ നിന്ന് മാറേണ്ടി വന്നു ആ ഒരു ടൈമിൽ. അപ്പോൾ ഇതെല്ലാം വേസ്റ്റായിപ്പോയി. അങ്ങനെ കുറേ സാമ്പത്തിക നഷ്ടമുണ്ടായി. പിന്നെ ഇതുപോലെ ഉള്ള പ്രശ്നങ്ങൾ എനിക്ക് ആ ടൈമിലും ഉണ്ടാകുന്നുണ്ട്. ഈ വടംവലി അതൊക്കെ നിലവിലോ അതെനിക്കൊന്നും തെളിച്ച് പറയാൻ പറ്റാത്തത്. നമുക്ക് ആരുടെയും പേരുകൾ പറയണ്ട, കാരണം എനിക്കൊരു സ്ഥാപനം നടത്താൻ ഒരു സെൻറ്റർ ഒരാൾ എനിക്ക് തന്നു. ആ സമയത്ത് എന്നോട് ഉള്ള ഒരു ഇത് തോന്നിയിട്ട് തന്നു. പക്ഷേ എനിക്ക് അവിടെ അതിൻ്റെ ഓപ്പണിങ്ങിൻ്റെ ടൈമിൽ അതിൻ്റെ ഉദ്ഘാടകനായിട്ട് വെച്ച ആൾ തന്നെ എനിക്കതിന് പാരയായിട്ട് വന്നു. അതെനിക്ക് ചെയ്യാൻ പറ്റിയില്ല. എന്നെ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യേണ്ട ഒരാളാണത്. അതെനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അവിടുന്ന് ഞാൻ അന്ന് തന്നെ ഇറങ്ങേണ്ടി വന്നു. പിന്നീട് വേറൊരു വീടെടുത്ത് എനിക്ക് താമസിക്കേണ്ടി വന്നു. താമസിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ കൂടെ നിന്ന് എന്നെ സഹായിച്ചുകൊണ്ടിരുന്ന എൻ്റെ സഹോദരിയും ഫാമിലിയാണ്, ഞാൻ പറഞ്ഞല്ലോ. അപ്പം അവരുടെ ഹസ്ബൻഡിനാണെങ്കിൽ ക്യാൻസർ ബാധിതനായി ട്രീറ്റ്മെൻറ്റിലാണ്. അപ്പം അങ്ങനെ ഒരു ഷോക്ക് വന്നു. ഇതെല്ലാം കൂടെ എനിക്ക് കിട്ടുന്നത് ആ സമയത്താണ്. അപ്പോൾ എങ്ങും ഒരു ഇടവില്ലാണ്ട് ഞാൻ ആ സമയത്ത് ആത്മഹത്യ മാത്രമേ എനിക്ക് നിവൃത്തിയുള്ളായിരുന്നു. കാരണം ഞാനുമായിട്ട് ആരും ഒരു ശിഷ്യരും ആരും വരത്തില്ലല്ലോ. എല്ലാവരും ഫോണിൽ ബന്ധപ്പെടുന്നുണ്ടെങ്കിലും എല്ലാം സഹിക്കണം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ എല്ലാവരും പറഞ്ഞു തരുന്നുണ്ട്. പക്ഷേ ഞാൻ അന്ന് ഒരു ദിവസം രാത്രിയിൽ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്ക് സൂയിസൈഡ് ചെയ്യാനായിട്ട് ഞാൻ ഒരുങ്ങി. പക്ഷെ ആ സമയം എന്തോ ഒരു ഇതുപോലെ എനിക്ക് ഗുരുവായൂർ വരെ ഒന്ന് പോകാൻ തോന്നി എനിക്ക്. പിറ്റേ ദിവസം ഞാൻ രാവിലെ ഗുരുവായൂർ പോയി. അവിടെ 2 ദിവസം താമസിച്ച് കഴിഞ്ഞപ്പോൾ എന്തോ ഒരു സമാധാനം എനിക്ക് കിട്ടി. അവിടെ നിന്നുള്ള മുന്നോട്ടുള്ള യാത്രയാണ് ഇവിടം വരെ എനിക്ക്. പിന്നീട് എനിക്ക് ഒരു 5-6 മാസത്തിനുള്ളിൽ തന്നെ കുറേശ്ശെ എല്ലാ മാറ്റങ്ങളൊക്കെ വരാൻ തുടങ്ങി. ഞാൻ എൻ്റെ വീട്ടിലോട്ട് തന്നെ പോകുന്നു. സ്വന്തമായി വീടുണ്ടോ അതോ? സ്വന്തമായിട്ടെന്ന് പറഞ്ഞാൽ ഞാനും പെങ്ങളും കൂടാണ് താമസിക്കുന്നത്. എൻ്റെ സ്ഥലമാണ്. ആ സ്ഥലത്ത് അവർ വീട് വെച്ചിരിക്കുന്നതാണ്. അവർ കുട്ടനാട്ടിലാണ്. അപ്പോൾ അവിടെ എപ്പോഴും വെള്ളം പൊങ്ങുന്നതുകൊണ്ട് എൻ്റെ കൂടെ അപ്പോൾ എനിക്കൊരു സഹോദരിയായിട്ട് നല്ല സ്നേഹത്തിലാണ്. അവരുമായിട്ട് കുഴപ്പമില്ലാണ്ട് തന്നെ പോകുന്നുണ്ട് ഇത്രയും വർഷങ്ങളായിട്ട്. ഇതൊരു വലിയ കാര്യം. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവർക്കും ഭാരമാവുകയും ശല്യമാവുകയും ചെയ്യുന്ന കാലഘട്ടത്തിൽ അതൊരു നല്ലൊരു കാര്യമാണ്. പക്ഷേ അവർക്കും ഞാൻ പറഞ്ഞില്ലേ ഇതുപോലെ പ്രശ്നമായിപ്പോയി. നമ്മുടെ ഒരു ഇതിലാണ് നിൽക്കുന്നത്, നിലനിന്ന് പോരുന്നത്. നിലവിൽ ജീവിതത്തിൻ്റെ എല്ലാ കൈപ്പേറിയ വശങ്ങളിലാണ് ഇപ്പോൾ നിലവിൽ ജീവിക്കുന്നത്. തീർച്ചയായിട്ടും അതെ. പിന്നെ ഇപ്പം നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിലും പുതിയ പുതിയ കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോയെങ്കിലേ പറ്റുള്ളൂ. കാരണം ഇതിപ്പോൾ എന്ന് വെച്ചാൽ എല്ലായിടവും സ്കൂളുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ മറ്റേന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സ്ഥാപനം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരുപാട് ആൾക്കാർ പഠിച്ചിറങ്ങുന്നുണ്ട്, അവർ സ്ഥാപനം നടത്തുന്നുണ്ട്. ഇപ്പോൾ അവർക്ക് പിന്നെ എൻ്റെ ഒരു പേര് എനിക്ക് നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട് അവിടെ. അതുകൊണ്ട് എന്നെ തേടി വരുന്നവർ അവിടെ വരും. നമുക്കിനി വേറെ ഇതിലൊരു പാട്ട്. സരസിജനാഭ സോദരി ശങ്കരി പാഹിമ സരസിജനാഭ സോദരി ശങ്കരി
പാഹി മാ സരസിജനാഭ സോദരി ശങ്കരി പാഹി മാ സരസിജനാഭ സോദരി ശങ്കരി പാഹി മാ സരസിജനാഭ സോദരി. വരദാഭയ കരകമലേ വരദാഭയ കരകമലേ വരദാഭയ കരകമലേ വരദാഭയ കരകമലേ ശരണാഗത വത്സലേ വരദാഭയ കരകമലേ ശരണാഗത വത്സലേ സരസിജനാഭ സോദരി ശങ്കരി പാഹി മാ സരസിജനാഭ സോദരി. പരം ധാമ പ്രകീർത്തിത്തെ പശുപാശ വിമോചിത്തെ പരം ധാമ പ്രകീർത്തിത്തെ പശുപാശ വിമോചിത്തെ പന്നഗ ഭരണയുതേ പന്നഗ ഭരണയുതേ നാഗഗാന്ധാരി പൂജിതാബ്ജ പ്രദേ പന്നഗ ഭരണയുതേ നാഗഗാന്ധാരി പൂജിതാബ്ജ പ്രദേ സദാനന്ദത്തെ സംപ്രദേ സദാനന്ദത്തെ സംപ്രദേ വരഗുരുഗുഹജനനി മദശമനി മഹിഷാസുരമർദിനി മന്ദഗമനി മംഗളവരപ്രദായി വരഗുരുഗുഹജനനി മദശമനി മഹിഷാസുരമർദിനി മന്ദഗമനി മംഗളവരപ്രദായി സരസിജനാഭ സോദരി ശങ്കരി പാഹി മാ സരസിജനാഭ സോദരി. അപ്പോൾ കൂടുതൽ വിദ്യാർത്ഥികൾ എത്തട്ടെ. ഒരു പക്ഷേ വീഡിയോ കാണുന്ന പ്രേക്ഷകർക്ക് നമുക്ക് അങ്ങനെ ഒരു സഹായം ഈ സാറിന് വേണ്ടി നമുക്ക് ചെയ്തു കൊടുക്കാം. നമുക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്താൽ ഒരുപാട് കുട്ടികളോട്ട് എത്തും. ഇപ്പോൾ അദ്ദേഹം സ്വന്തമായിട്ടൊരു സ്ഥാപനമൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ അത് വലിയൊരു സഹായമായിരിക്കും, നമ്മളെയും കൊണ്ട് വലിയൊരു നന്മയും കൂടി ആയിരിക്കും. ഓക്കെ, കരയാറുണ്ടോ? കരയാറുണ്ട്. സ്വന്തമായിട്ട് ആരും കാണാതെ. പിന്നെ കൂടുതൽ ഇമോഷണൽ ആയിരുന്നു ഭക്തി വരുമ്പോഴാണ്. പക്ഷെ എനിക്കിപ്പോൾ ദേഷ്യമാണ് ഭഗവാനോടാ. കാരണം ഇങ്ങനെയൊക്കെ ഉള്ള അനുഭവങ്ങൾ വരുമ്പോഴത്തേക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ അടുപ്പമുള്ളത് ഈശ്വരനോടല്ലേ. നമ്മളത് കാണിക്കും. എല്ലാ പരാതികളും ചിലപ്പോൾ ചീത്തയൊക്കെ വിളിക്കും. ഏറ്റവും കൂടുതൽ കരഞ്ഞിരിക്കുന്നത് എന്തിനാ? ഏറ്റവും കൂടുതൽ കരഞ്ഞിരിക്കുന്നത് ഈ ഒരു സംഘർഷാവസ്ഥയിൽ ഞാൻ വിഷമിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഫീലിങ്സ് എനിക്ക്, ഞാൻ പറഞ്ഞില്ലേ, ഒരു ടെൻഷൻ, അതെൻ്റെ ഒരു ഓർമ്മ വെച്ച നാൾ മുതൽ എനിക്കിതൊരു കൂടപ്പറപ്പിനെ പോലുണ്ട്. ചിലപ്പോൾ ഞാൻ ഓർക്കും എൻ്റെ ഏറ്റവും വലിയ ഫ്രണ്ട് ടെൻഷനാണെന്ന് വിചാരിക്കും.
അതിനോട് ചേർന്ന് നിൽക്കാൻ തോന്നും. നമുക്കിപ്പോൾ ടെൻഷനും ഡിപ്രഷനും എല്ലാം നമ്മൾ വളരെ പോസിറ്റീവായ ഒരു കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ചാൽ ഒരു പക്ഷേ അങ്ങനെ രക്ഷപ്പെട്ടു പോയ ഒരുപാട് വ്യക്തികളുണ്ട്. എന്തായാലും ഗിരീഷ് സാർ ധൈര്യമായിട്ടിരിക്കെ, ഇവിടെ മുതൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങുന്നുള്ളത് ഞാൻ പറയുന്ന വാക്കാണ്. ഉറപ്പായിട്ടും വലിയ മാറ്റങ്ങൾ ഇന്ന് മുതൽ സംഭവിക്കും അങ്ങോട്ട്. കാരണം അതിൻ്റെ തുടക്കമാകാം ഇത് ഒരു പക്ഷേ നമ്മുടെ കാണലുകൾ. പഴയ ലൈഫിലോട്ടൊക്കെ തിരിച്ചു പോട്ടെ, ഒരുപാട് മാറ്റങ്ങൾ വരട്ടെ. കുറേ എനിക്ക് തോന്നുന്നു ശിഷ്യർ ഒരുപാടുള്ള ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നു അല്ലേ? അതെ അതെ, ഒരുപാട് ശിഷ്യർ ഒരുപാടുണ്ട് ആയിരുന്നു. അവരെയൊക്കെ ഞാൻ പിന്നെ കൂട്ടുകാരെ പോലെയും കൂടെ ആയിരുന്നു. പഠിപ്പിക്കുമ്പോൾ മാത്രമേ ഒരു ഗുരുവിൻ്റെ ഇതിൽ ഞാൻ കാണിക്കാറുള്ളൂ. കാരണം എൻ്റെ ഏറ്റവും കൂടുതൽ അടുപ്പമുള്ളത് ശിഷ്യർ തന്നെയായിരുന്നു. ഞാൻ എവിടെ പോകുന്നതിലും അവരുമായിട്ടാണ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത്, അവരുമായിട്ടായിരുന്നു. എൻ്റെ പഴയ ചെറുപ്പത്തിലേക്ക് ഫ്രണ്ട്സൊക്കെ നമുക്ക് ഒരുപാടുണ്ടല്ലോ. പിന്നെ ഒരു കാലഘട്ടം മുഴുവൻ ശിഷ്യർ മാത്രമാണ് എൻ്റെ ഫ്രണ്ട്സായിട്ട് എനിക്കിരിക്കുന്നത്. അതെല്ലാം നല്ല തലപ്പത്തിൽ എത്തിയ, അതിൽ സ്കൂൾ കലോത്സവം, യൂണിവേഴ്സിറ്റി കലോത്സവം, ഇതിനകത്തൊക്കെ എല്ലാവരും ടോപ്പ് വന്നിട്ടുണ്ട്. ഇപ്പോഴും ഉണ്ട് കേട്ടോ, ഇപ്പോഴും ഇല്ലയെന്നില്ല. മത്സരങ്ങൾക്കെല്ലാം കുട്ടികൾ. അങ്ങ് പുറത്ത് പോയി പാട്ട് പാടാറുണ്ടോ? പ്രോഗ്രാമിനൊക്കെ ഞാൻ കേരളത്തിന് വെളിയിൽ 1-2 മാത്രമേ പോയിട്ടുള്ളൂ. അല്ലാതെ ചെറിയ ചെറിയ പരിപാടികൾക്കും വലിയ പരിപാടികൾ ഇഷ്ടം പോലെ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇദ്ദേഹത്തിനെ ഇപ്പം ഞങ്ങളൊരു ഗ്രൂപ്പായിട്ടാണ് ചെയ്യുന്നത്. ഒറ്റയ്ക്കില്ല, ഒറ്റയ്ക്ക് ചെയ്യുന്നത് കുറവാണ്. മറ്റേ നന്ദഗോവിന്ദം ഭജൻസൊക്കെ പോലെ ഞങ്ങളൊരു ഗ്രൂപ്പായിട്ടാണ് പ്രോഗ്രാം ചെയ്യുന്നത്. കാരണം കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് വന്നപ്പോഴത്തേക്ക് നമ്മൾ പാടി വെച്ചിരിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, അപ്പം അതിനൊരു ഇത് വരരുതല്ലോ, താഴോട്ട് പോകരുത്. അതുകൊണ്ട് ഗ്രൂപ്പിൻ്റെ പേരെന്താ? ഇത് നാദം തന്നെ. നാദം തന്നെ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ കേട്ടോ. കാരണം ഒരു കൂട്ടം എനിക്ക് തോന്നുന്നു കലാകാരന്മാരുടെ ജീവിതമൊക്കെ വളരെ ബുദ്ധിമുട്ടിൽ പോകും. നമ്മൾ വിചാരിക്കുന്നത് കൊറോണയ്ക്ക് ശേഷം ഭയങ്കര അത് ചില ലിമിറ്റേഷൻസ് ഒക്കെ വന്നില്ലേ, ടൈമിനൊക്കെ. ഈ കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കാം, നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പൈസ ചിലവാക്കുന്നതാണ്. അതൊരു കൂട്ടം കലാകാരന്മാരെ ദൈവികമായി കിട്ടി അവരുടെ കഴിവ് അവർക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. കാരണം പലപ്പോഴും സ്റ്റേജുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു കൂട്ടം മനുഷ്യർ തന്നെയാണ് കലാകാരന്മാർ. പലപ്പോഴും അതിൻ്റെ ട്രെൻഡെല്ലാം മാറിയത് കൊണ്ടായിരിക്കാം. എങ്കിൽ പോലും നമ്മുടെ ഒരു പരിപാടികൾക്കോ നമ്മുടെ ഓഫീസുമായി ബന്ധപ്പെട്ട ഒരു പരിപാടികൾക്കൊക്കെ ഇവരുടെ ഒരു പ്രോഗ്രാമൊക്കെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ അത് ഒരു കൂട്ടം മനുഷ്യർക്ക് സന്തോഷവും അതിൻ്റെ ഒപ്പം അവരുടെ ജീവിതത്തിലേക്കുള്ള ഒരു ചിലവും കൂടിയായി മാറും എനിക്ക് തോന്നുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്, നിങ്ങളൊന്ന് വിളിച്ച് നിങ്ങൾക്ക് പറ്റാവുന്ന, നമുക്ക് ഇങ്ങനെയല്ലേ നമുക്ക് എപ്പോഴും കൂടെ നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ഇതുണ്ടല്ലോ അതിൻ്റെ അകത്ത്. അപ്പോൾ അങ്ങനെ പ്രോഗ്രാംസ് ഉണ്ടല്ലേ? പിന്നെ ഒരുപാട് ഡാൻസ് ഐറ്റംസ് ഉണ്ട്. എന്തൊക്കെയാണ് പ്രോഗ്രാംസിനകത്ത് പെടുന്നത്? ഇതുപോലെ തന്നെ ഭജൻസ് ഉണ്ട്, സെമി ക്ലാസിക്കൽ ഉണ്ട്, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തുകൊണ്ടുള്ള പരിപാടിയുണ്ട്. കച്ചേരി ആയിട്ടുണ്ട്, പിന്നെ ഡാൻസ് ഐറ്റംസ് ഉണ്ട്. അതായത് ഒരാൾക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ അത് കൊടുക്കും. ചെയ്യുന്നുണ്ട്, എല്ലാം ഉണ്ട്. ബാൻഡ് ഉണ്ട്, എല്ലാ പരിപാടിയും എല്ലാം ഉണ്ട്. എന്തായാലും അതെല്ലാം അടിപൊളിയായിട്ട് നന്നായിട്ട് പോട്ടെ. ഇനിയും ഒരുപാട് വിദ്യാർത്ഥികൾ അങ്ങേടക്ക് കീഴിൽ വന്ന് സംഗീതം അഭ്യസിച്ച് വലിയ നിലയിലെത്തട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും മാറട്ടെ, എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങളും ഇമോഷണലായിട്ടുള്ള ഇഷ്യൂസും എല്ലാം മാറി ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ. അപ്പോൾ അബാക്കിന് വേണ്ടിയിട്ട് ഇത്രയും സമയം തന്നതിന് അബാക്കിൻ്റെ പേര് ഞാൻ നന്ദി പറയാണ് പ്രത്യേകം. ഞാനിത് അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചതാണ്.